എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിൽ എപ്പിസോഡാണ്, ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്, എല്ലാം കീഴിക്കാത്തുണ്ട്. കീഴിലേക്ക് പോവാം. യെസ്. ഹെഡ് ടൈല് ഫസ്റ്റ് കിഴി, ചുമ്മാ കിഴി. തലവൻ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് 7 മണിക്ക് പുറത്തുവിടും. നമ്മുടെ അജിസ് ജോയ് സംവിധാനം ചെയ്യുന്ന ബിജു മേനോൻ, ആസിഫ് അലി നായകന്മാരാവുന്ന സിനിമയാണ്. ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും സെക്കൻഡ് ലുക്ക് നമുക്ക് 7 മണിക്ക് കാണാം. വെയിറ്റ് ചെയ്യാം. 7 മണിക്ക് വെയിറ്റിംഗ്. ഓക്കെ. ബിജു മേനോൻ, ആസിഫ് അലി. മെറി ക്രിസ്മസ്. ഓ, നമ്മുടെ വിജയ് സേതുപതിയും കത്രീന കൈഫ് ഒരുമിക്കുന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ടൈമൊന്നും പുറത്തു വന്നിട്ടില്ല. ഇന്ന് ട്രെയിലർ ഉണ്ടാവും. എനിക്ക് 25-ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിരുന്ന സിനിമയാണ്. 12-ലേക്ക് മാറ്റി. ജനുവരി 12. ഇനി അത് മാറ്റുമോ ട്രെയിലറിൽ? പറയാൻ പറ്റൂല. ഓക്കെ. അടുത്ത കിഴി ഡോങ്കി. എന്തൊക്കെയാണല്ലേ, വെറുതെ തെറിയേക്കാൻ നിൽക്കണ്ട. ഡങ്കി സിനിമയുടെ ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ്. അതായത് സിനിമ ഹിന്ദിയിലാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത് വന്ന ചില ഹിന്ദി സിനിമകൾ ചില ഡയലോഗൊന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ചിലത് നല്ല, മിക്കതും അല്ലേ. കാരണം എന്താ? സബ് ടൈറ്റിൽ ഇഷ്യൂ. എന്തായാലും ഡങ്കിക്ക് അത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സിനിമക്ക് മലയാളത്തിൽ, അതായത് കേരളത്തിൽ സബ് ടൈറ്റിൽ ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തമിഴ്നാട്ടിലും ഇതിന് സബ് ടൈറ്റിൽ ഉണ്ട്. ആശ്വാസം. പിന്നെ സാർക്ക് പറഞ്ഞു കേട്ടോ, ആളുടെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് മൂവി ഡങ്കിയാണെന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. പഞ്ചായത്ത് ജെട്ടി. മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനും കൂടി ഒരുമിച്ച് സ്ക്രിപ്റ്റ് എഴുതി ഒരുമിച്ച് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ജെട്ടി. അടിപൊളി പേര്. പിന്നെ മാത്രല്ല, ഇവരാണല്ലോ ടീം മറിമായ രക്ഷ ഉണ്ടാവില്ല. ചിരിച്ച് മറിയും നമ്മള്. പിന്നെന്താ, തീർച്ചയായും. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും ഉണ്ടാവും. അങ്ങനെയാണല്ലോ. ആക്ഷേപഹാസ്യം ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യുന്ന ടീം വേറെ ഉണ്ടോ? അതും ഇത്രയും തുടർച്ചയായിട്ട് എത്ര കാലമായി തുടങ്ങിയിട്ട് ബോറടിക്കുന്നുണ്ടോ? ഓരോന്നും വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവരും. പുതിയത് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അതാണ്. ഓക്കെ. ഇവരൊക്കെ എന്ന് സിനിമ ചെയ്യണല്ലേ ശരിക്കും? എപ്പോ ഓരോ എപ്പിസോഡ് കാണുമ്പോൾ ശരിക്കും ഇത് ഒരു സിനിമക്കുള്ള മുതലുണ്ടല്ലോ നമുക്ക് തോന്നാറുണ്ടായിരുന്നു. എന്തായാലും വൈകിയാണെങ്കിലും തീരുമാനിച്ചല്ലോ, വളരെ നല്ലത്. ഓക്കെ. അടുത്ത ഗെയിം ഫൈറ്റർ സിനിമയുടെ സെക്കൻഡ് സോങ് വരാൻ പോകുന്നു. 22-ന്. എന്തായിരുന്നു അത്? ഇഷ്ക് അങ്ങനെ എന്തോ ഒരു ഇഷ്ക് ജൈസാ കുച്ച് എന്ന് തുടങ്ങുന്ന സോങ് 22-ന്. 22-ാം തീയതി. അതൊക്കെ 22-ന് മൈൻഡ് ചെയ്യുന്നു. പിന്നല്ല, സലാറിൽ മുങ്ങിപ്പോവും 22-ാം തീയതി. അടുത്തത് അന്വേഷിപ്പിൻ കണ്ടെത്തും. സിനിമയുടെ റിലീസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരിയിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ഫെബ്രുവരി 8-ന് എന്ന് കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലി വന്നിട്ടില്ല. വരട്ടെ. ഡാർവിൻ കുര്യാക്കോസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ടൊവിനോ തോമസ് നായകനാവുന്ന സിനിമ. അടുത്ത കിഴി ഐഡന്റിറ്റി. ടൊവിനോ തോമസ് നായകനാവുന്ന ഐഡന്റിറ്റി സിനിമയിൽ നമ്മുടെ തൃഷ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങ് ഏതായിരുന്നു ആ സ്ഥലം? അസർബൈജാൻ അല്ലേ? അസർബൈജാനിൽ നിന്ന് നേരെ വിടാമുയർച്ചയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഐഡന്റിറ്റിയിൽ തൃഷ ജോയിൻ ചെയ്തിട്ടുണ്ട്. അനസ് ഖാൻ, അഖിൽ പോൾ ഇവർ രണ്ടുപേരാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വണങ്ങാൻ സിനിമയുടെ ഡബ്ബിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സൂര്യക്ക് വേണ്ടി. സൂര്യൻ ഒഴിവാക്കിയതാണ് കേട്ടോ. അങ്ങനെയല്ല, ഒഴിവാക്കിയതെന്നല്ല പറഞ്ഞത്. അത് കറക്റ്റ് ആണല്ലോ. അത് സാരല്ല, വേദനിച്ചിട്ട് ഒരു കാര്യമില്ല. സൂര്യ ഒഴിവാക്കിയതാന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതിന് അവരെങ്ങനെ തീരുമാനിച്ചാണെങ്കിൽ എന്ത്. പിന്നെന്താ കേട്ടത്? അടിപൊളി. എങ്ങനെയുണ്ട്? സൂര്യ ഒഴിവാക്കിയതാണെന്നാണ് പറഞ്ഞത്. എന്തായാലും സിനിമയുടെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അനിമൽ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് റൂമേഴ്സ് വരുന്ന കേട്ടോ. ജനുവരി 15-ന് നെറ്റ്ഫ്ലിക്സിൽ അല്ലേ?
നെറ്റ്ഫ്ലിക്സിൽ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് നേരത്തെ എടുത്തിട്ടുള്ളത്. അതെ അതെ. ഡേറ്റിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് ഉറപ്പില്ല കേട്ടോ, ചിലപ്പോൾ മാറിയേക്കാം. പിന്നെ ഈ അൺകട്ട് അതുപോലെ സെൻസേർഡ് കോപ്പി അല്ലേ, യെസ്. ഇതിൽ തമ്മിൽ ഏത് പ്രദർശിപ്പിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തുകൊണ്ട് തോന്നുന്നു. അടുത്തത് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. എത്ര പെട്ടെന്നില്ലേ, 40 ദിവസത്തെ ഷൂട്ടായിരുന്നു കേട്ടോ, വെറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിനിമ കംപ്ലീറ്റ് ആയി. ഓക്കെ, പേപ്പറിൽ റിലീസ് ചെയ്യാനുള്ളതല്ലടാ. അതെ, പൊളിച്ച്. പിന്നെ ഫസ്റ്റ് ലുക്ക്, ഫസ്റ്റ് ലുക്ക് ഇന്ന് വരുമെന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതെ, എപ്പോഴാ ടൈം കൊടുത്തിട്ടില്ല. മേ ബി അത് വന്ന് നമ്മൾ ചിലപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിടും, എന്നിട്ട് അതിന് ശേഷമായിരിക്കും ഈ എപ്പിസോഡ് വരുന്നത്. അത് പറയാൻ പറ്റൂല, ഞങ്ങളിത് ചെയ്യുമ്പോൾ വന്നിട്ടില്ല. രാവിലെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ടെർബോ സിനിമയുടെ ലൊക്കേഷൻ, വീഡിയോ, അതുപോലെ ഒരു സ്റ്റില്ലും ഉണ്ട്. അത് സ്റ്റില്ല് കാണല്ലേ, ഇപ്പോൾ ഐറ്റം അല്ലേ. ഫസ്റ്റ് ലുക്ക് ബ്ലാക്കിലായിരുന്നു, ഇത് വൈറ്റില്. എനിക്ക് ശരിക്ക് വൈറ്റില്ലേ കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് അറിയോ, ഭീഷ്മപർവത്തിലെ ഡ്രസ്സില്ലേ വൈറ്റ് ഇട്ടാ നടന്നു വരുന്നത്, ആ കുർത്ത. അതാണ് അത് കുറച്ചും കൂടി ലോങ് ആയിരുന്നു. പിന്നെ അതിലെ ലുക്ക് ഒരുമാതിരി ടറർ ലുക്ക് വരുന്നു. അതെ, ഇത് വേറെ ലുക്ക്, ഇത് വേറെയാണ്. മറ്റേത് പാക്ക വേറെ ടറർ എന്നൊക്കെ പറഞ്ഞ അമ്മാരി ടറർ ലുക്കായിരുന്നു. ആ ഒരു ഡ്രസ്സിങ് കൂടി വന്നപ്പോ എന്താണെങ്കിലും വീഡിയോ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. ലൊക്കേഷനില് ആരും അതിലെങ്ങനെ ക്യാമറ കൊണ്ട് ഓടിയതാ, എന്താണെങ്കിലും കൊള്ളാം. ഇതെന്താണിത്, ജീവനുണ്ടോ? 2 പ്രാവശ്യമായി. ദളപതി 68 തോന്നി. എന്താണെങ്കിലും അർച്ചന കൽപ്പാത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. 2-3 പേരുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ലീക്കായിരുന്നു, ബോസ്. വേറെയും ലീക്ക് ആയിട്ടുണ്ടായിരുന്നു, പസിൽ. ഇത് രണ്ടും അല്ല, വേറൊരു സാധനമാണ് വരാനുള്ളത്. അതെ, പുതിയ സാധനം, ഒരു വെറൈറ്റി സാധനം തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണോ അപ്പൊ എന്തായാലും ആശ്വാസം. ബോസ് അല്ലല്ലോ, അതെ, പസിൽ എന്നിട്ടാ പിന്നെയും പ്രശ്നമല്ല. സത്യം, ബോസ് ഒരു സുഖമല്ല. എത്രയോ വന്നു കഴിഞ്ഞ സാധനം അത് തന്നെ വന്നിട്ട് പിന്നെ ഇടുന്നു. ബോറാണത് ബോസ്. എന്തായാലും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തല്ലോ, സംഭവം അതല്ല എന്നുള്ളത്. അടുത്ത കിഴി സാലാർ സിനിമയുടെ പ്രീ സെയിൽ നമ്മുടെ കേരളത്തിൽ 1.75 CR മുകളിൽ കടന്നു എന്നുള്ളതാണ്. ഗംഭീരം. ഇന്നത്തെ ദിവസം ഇനി ബാക്കിയുണ്ട്. പിന്നെ അപ്പൊ എവിടെ എത്തൂലേ, KGF മറികടക്കൂലേ? KGF മറി കടക്കണം, അതല്ലേ. അടുത്തത് ദ ഫേസ് ഓഫ് ഫേസ്ലെസ് സിനിമയുടെ ഒറിജിനൽ സ്കോർ ഓസ്കാറിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അഭിപ്രായമാണ് സിനിമയ്ക്ക്, വളരെ മികച്ച അഭിപ്രായമാണ്. എന്താണെങ്കിലും വിൻസി അലോഷ്യസ് നായികയായ സിനിമ. വിൻസി പേര് മാറ്റി വിൻ സി എന്നാക്കിയിട്ട്. ആള് തൊട്ടാൽ എല്ലാം പൊന്നാണ്, വിന്നാവുന്നുണ്ട് എല്ലാം അല്ലേ, തൊട്ടതെല്ലാം പൊന്ന്. അതെ, എന്താണെങ്കിലും ഗംഭീരമായിട്ടോ, ഓസ്കാർ തന്നെ കിട്ടട്ടെ. അതെ, ഓസ്കാർ കിട്ടട്ടെ. അടുത്ത കിഴി നേര് സിനിമയുടെ പ്രീ സെയിൽ 65 ലക്ഷത്തിന്റെ മുകളിൽ, അതായത് 70 ലക്ഷത്തിന്റെ ഉള്ളിലായിട്ട് പ്രീ സെയിൽ ഇതുവരെ. ഇന്നും കൂടി ഇന്നത്തെ ദിവസം ബാക്കിയുണ്ട്. എന്താണെങ്കിലും 1ന്റെ മുകളിലൊക്കെ പോയി ഒരു 1.5 വരും എന്ന് പ്രതീക്ഷിക്കാം. കിട്ടുമായിരിക്കും. എന്തായാലും കേരളത്തിൽ മാത്രമുള്ളതാണല്ലോ. അതെ, പിന്നെ വേൾഡ് വൈഡ് മൊത്തത്തിൽ ഇനി പറഞ്ഞുകൂടാ, നോക്കാം. അടുത്തത് അടികപ്പ്യാരെ കൂട്ടമണി 2 സിനിമയുടെ ഒരു വലിയ അപ്ഡേറ്റ്സ് ഇന്ന് ഈവനിങ് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഇന്ന് ധ്യാൻ ശ്രീനിവാസന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടാണ് ഇപ്പം വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ആണെങ്കിലും ഇതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് വരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും കാത്തിരിക്കാം, എന്താണെന്ന് നോക്കാം. അജു വർഗീസ് ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ സദാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കൂട്ടമണി അടിക്കും അല്ലേ? അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.